അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇതാ ഉമ്മമാരെ പെങ്ങന്മാരെ എല്ലാവരും എലക്ഷന്റെ ചൂടിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് മാത്രം വോട്ട് ചെയ്യണം. വെറുതെ വോട്ട് കൊണ്ടുപോയി വേസ്റ്റ് ആക്കുന്ന രൂപത്തിലേക്ക് മാറരുത്. അത് നിർബന്ധമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എന്റെ വോട്ട് കൊണ്ടും നിങ്ങളെ വോട്ട് കൊണ്ടും വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന സ്ഥാനാർത്ഥികളാണ്, അല്ലെങ്കിൽ ഒരു മേയറാണ്. നമ്മളെ വോട്ട് കൊണ്ടാണ് നിന്ന് സ്ഥാനാർത്ഥികൾ മേയറായത്. അപ്പം നമ്മളല്ലേ രാജാവ്. ശരിക്കും ഈ ഇലക്ഷന്റെ ടൈം നമ്മൾ രാജാവും സ്ഥാനാർത്ഥികൾ നമ്മളോട് അടിമയാവും അല്ലേ. ഇലക്ഷൻ കഴിഞ്ഞാലോ? ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടിമ, അവർ നമ്മളെ രാജാവ് അല്ലേ. അങ്ങനെയാണ് ഇതുവരെ കണ്ടുവരുന്നത്, അങ്ങനെയാണ് അല്ലേ. പക്ഷെ ഇതൊരു മാറ്റത്തിന് വേണ്ടി, ഒരു മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ SDP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. എന്നെ ഒരുപാട് സങ്കടത്തിലാക്കിയൊരു കാര്യമുണ്ട്. എന്താ അറിയോ? 4 വയലില് ഒരാള് പറഞ്ഞേ, 4 വയലില് ഭൂമിശാസ്ത്രം പഠിക്കണ്ടേ, അവ വെള്ളം കേറൂലേ അല്ലേ. ഇൻഷാ അല്ലാഹ് അത് SDP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കാണിച്ചു തരും, തീർച്ചയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ആലോചിച്ചിട്ട് മാത്രം വോട്ട് ചെയ്യുക. നിങ്ങൾക്കാരാണോ ഉപകാരം ചെയ്യുന്നത്, നിങ്ങൾക്കാരാണോ സഹായം ചെയ്യുന്നത്, അവർക്ക് വോട്ട് ചെയ്യുക. ഞാൻ ചെകുവേരന്റെ ഒരു കഥ പറഞ്ഞു തരാം. ചെകുവേര പറയാറുണ്ട്, മുട്ടുകുത്തി യാചിക്കുന്നതിനാൻ കാട്ടി നട്ടലുയർത്തി മരിക്കുന്നതാണ് എന്ന് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട അനിയത്തിമാരെ, പ്രിയപ്പെട്ട ചേച്ചിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.